started applying something like laser onto my head actually. Some bastards are here using their phone against me, using laser, this and that. Okay, I'm just sitting here inside my house, and I uploaded me and my mother outside actually. Always me and my mother here. All the 3 cameras I have uploading my mother and me. And these criminals are trying to create stories to to get compensation. Actually. Okay. ഇവർക്ക് കോമ്പൻസേഷൻ വേണമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരെയോ കണ്ടു, കുറച്ച് നാൾ ഇവരുടെ കൂടെ ആയിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പായി. ബ്രേക്കപ്പ് കോമ്പൻസേഷനാണ്. ബ്രേക്കപ്പ് കോമ്പൻസേഷൻ വെച്ച് കുറച്ച് ആളുകൾ ഇങ്ങനെ നമ്മളെ വെച്ച് പുട്ടടിക്കാൻ ഏതൊക്കെയോ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനാണ് ഇവിടെ രാജമ്മയൊക്കെ വന്നു നിന്ന്. രാജമ്മ നമ്മുടെ രക്ഷകർത്താവായിട്ട് ഇവിടെ അങ്ങ് നിൽക്കുകയായിരുന്നു. അവൾ അങ്ങനെ പല പല കള്ളത്തരവും ഇപ്പം അവൾ ഫോണും എല്ലാം ഓഫ് ചെയ്ത് ഏതോ എവിടെയോ കള്ളത്തരത്തിൽ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ഫോണൊക്കെ ഓഫാണ് അവളുടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇനിയും ഇങ്ങനെ പലരെ ഇങ്ങനെ ആക്കുകയാണ്. ഇങ്ങനെ നടക്കുക കുറേ ആൾക്കാരിങ്ങനെ നമ്മുടെ സ്വത്തും മുതലും ഒക്കെ അടിക്കാനും സ്വത്തും മുതലും ഒക്കെയുള്ള പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. അതൊക്കെ വേറെ വല്ലവരുടെയും കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതുപോലെ ഒരു കുരുടനുണ്ട് ഇവിടെ ഒരു കുരുടന്മാരെയും കയറ്റി വെച്ചിട്ടില്ല. കുരുടൻ വന്ന് കയറിയത് സൽപ്പകവല്ലിയുടെ വീട്ടിലാണ്. പോച്ചയിൽ സൽപ്പകവല്ലി എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, നിങ്ങൾക്ക് വന്ന് തിരക്കാവൻ. അവിടെ വീട്ടിലാണ് ഒരു കുരുടനെ കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല കുരുടന്മാരെ കാണുന്നതേ അലർജിയാണ്, മനസ്സിലായില്ലയോ? അപ്പം കുരുടന്മാരെ ഒന്നും പിടിച്ച് കയറ്റേണ്ട ഇതൊന്നുമില്ല. എൻ്റെ പാർട്ട്ണർ രാജസ്ഥാനിയാണ്, ഞാൻ എപ്പോഴും പറയും. പിന്നെ ജുൻജുനൂൺ ഡിസ്ട്രിക്റ്റിലെയാണ്. ഇന്ന് ജയ്പൂരിൽ പോകും. ഇപ്പം ദില്ലിയിലാണ്, കറൻ്റ്ലി അറ്റ് ദില്ലി. നൗ ടുഡേ ഹി വിൽ ബി ഗോയിങ് ടു ജയ്പൂർ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. മുകേഷ് കുമാർ അഡ്വക്കേറ്റാണ്. അതുപോലെ വായിനോക്കികളെയൊന്നും പിടിച്ച് കയറ്റി വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല. വായിനോക്കികളെയൊന്നും, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വായിനോക്കികളെയൊന്നും പിടിച്ച് പാർട്ട്ണറാക്കുന്ന സ്വഭാവക്കാരിയൊന്നുമല്ല ഞാൻ, മനസ്സിലായില്ലയോ? കണ്ട തെമ്മാടികളെയൊന്നും. ഞാൻ LLBയും MBAയും പിന്നെ ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ പഠിച്ചവളാണ്. അതുപോലെ LLB വക്കീലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, മുത്തൂറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ SBL എന്ന് പറയുന്ന കമ്പനിയിൽ HR മാനേജറായിട്ട് എന്നെ ട്രെയിനി ആയിരുന്നു. അവിടെ 1 മാസവും കൂടെ കഴിഞ്ഞിരുന്ന എന്നെ മധുരയിൽ വിടാനായിരുന്നു. അതിനുവേണ്ടിയാണ് ആ സാർ എന്നെ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഇവിടുത്തെ കുറേ അവന്മാർ ഇതുപോലെ തന്നെ ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ പോകുന്നു ഇന്ന് നമ്മുടെ പുറകിൽ നടന്നിങ്ങനെ നമ്മുടെ ജോലി കളയുന്നതാണ് ഇവന്മാരുടെ ജോലി. അപ്പം പിന്നെ അതുപോലെ SBL കഴിഞ്ഞ് പിന്നെ കാറ്റാടിയിൽ, പിന്നെ ഇഷ്ടംപോലെ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അഡ്വക്കേറ്റായിട്ട് അഗെയിൻ ഒത്തിരി പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇതാണ്, പ്ലസ് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അല്ലാതെ ഇവളുമാരുടെ കൂട്ടി ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ കണ്ടവരെ പീഡിപ്പിച്ച് തിന്നുകൊണ്ട് നടക്കുകയല്ല. ഇവളുമാർക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ല, പീഡിപ്പിച്ച് തിന്നു. ഇവളുമാരൊക്കെ പറയില്ല അവന്മാരുടെ കൂട്ട്, ജോളിയുടെ കൂട്ട് ഞാൻ ഇത്ര ഇതാണ് അതാണ് കുന്തമാണ്, ഞാൻ മാടയാണ് കോടയാണ് കുന്തമാണ് കേട്ടോ. ജോളി മോൾ പറഞ്ഞല്ലോ, ദിവസം ജോളി മോളുടെ ഇതെടുത്തപ്പം ഇവൾ ചുമ്മാതെ NIITയിലൊക്കെ കയറ്റി വെച്ചാൽ അതൊക്കെ അങ്ങ് വലിയ മൂടി. ഇതൊക്കെ പിടിക്കണം. ഇവളെ എന്തിനാണ് NIITയിലൊക്കെ പോയെന്നൊക്കെ ഉള്ളത്, ഇവളെ ആരാണ് NIIT കയറി അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ സമ്മതിച്ചതെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കണം. അതുപോലെ കുറേ അവളുമാരിങ്ങനെ നടക്കുന്നുണ്ട്. പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന ഒരു കള്ളി PhD ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രാജസ്ഥാനിൽ നിന്ന് PhD എടുത്തെന്നോ, നമുക്ക് രാജസ്ഥാനിലേക്ക് PhDയുടെ ഒക്കെ കാര്യം അറിയാം. രാജസ്ഥാനിലെ സ്കൂളുകളുടെ കാര്യം തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത് പോയി, മനസ്സിലായില്ലേ? രാജസ്ഥാനിൽ പോയി അവിടെ PhD എടുത്തു പോലും. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് അപ്പം മനസ്സിലാവാഞ്ഞിട്ടാണ്. നല്ലപോലെ നമുക്കറിയാം രാജസ്ഥാനിലെ ക്വാളിറ്റിയൊക്കെ. ഞാനൊരു MBBS ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടതാണ്, ഒരു രാജസ്ഥാനി, ഒരു കൊച്ചു SC/STയിലാണ് ബിലോങ് ചെയ്യുന്നത്. ഒരു ക്വാളിറ്റി ഇല്ല, മനസ്സിലായില്ലേ? നമ്മളൊന്ന് സംസാരിച്ചതാണ്. ഇവരെയൊക്കെ ആര് പിടിച്ച് എങ്ങനെ ഈ ഡോക്ടറാവുന്നോ എന്തൊക്കെയോ നമുക്കറിയത്തില്ല. ഇവരൊക്കെ ഡോക്ടറാവുന്നതിന് വലിയ എൻട്രൻസ് എഴുതുന്നേ ഉള്ളൂ, ബാക്കിയൊന്നും വലിയ കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാവുന്നത്. അപ്പോൾ അതങ്ങ് പോട്ടെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയൊക്കെ എവിടെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എവിടെയൊക്കെയാണ് നല്ല സ്ട്രിക്റ്റ്, എവിടെയൊക്കെ ഫേക്ക് കിട്ടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മൊത്തം ഫേക്കാണ് നോർത്ത് ഇന്ത്യ, ഫുള്ള് ഫേക്കാണ്, മനസ്സിലായില്ലേ? കുറച്ച് പേരൊക്കെ ഉള്ളൂ നല്ലത്, ബാക്കിയുള്ളതെല്ലാം മുഴുവൻ ഫേക്കുകളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ രാജസ്ഥാനിൽ പോയെന്നെടുത്തത്. പിന്നെ രാജസ്ഥാനിൽ പോയി എടുത്തെന്നുള്ള പേരും, പക്ഷേ നമ്മളിങ്ങനെ ലിങ്ക്ഡിനിൽ ഇവളുടെ ഇത് കണ്ടായിരുന്നു. ലിങ്ക്ഡിനിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഓണർ തന്നെയാണ് പറഞ്ഞത്, ഇത് ഏതോ ഓൺലൈനാണ് ഓൺലൈൻ PhD എന്ന്. ഇവിടെയുള്ളൊരു മാമൻ ഇന്നാൾ ചോദിക്കുകയാണ്, റിസർച്ച്
പണ്ടൊക്കെയൊക്കെ നല്ല റിസർച്ചൊക്കെ നടത്തിയാണ് PhD. നിങ്ങൾക്കറിയാമല്ലോ, വർഷങ്ങളുടെ റിസർച്ചും ഒക്കെ പോയി നിന്ന് ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവളുടെ. ശരിക്കും പറഞ്ഞാൽ ഇവളെ കുറിച്ച് അന്വേഷിക്കണം. കേരള എന്തുവാ ഫാർമസി കൗൺസിലൊക്കെ കാണും, അവിടെയൊക്കെ പോയി ഇവൾ എന്താണെന്നുള്ളത് അന്വേഷിച്ചറിയാം കള്ളിയുടെ കാര്യങ്ങളൊക്കെ. കള്ളി ഇങ്ങനെ പലയിടത്തും നടക്കുക, ഇങ്ങനെ പലരെയും പീഡിപ്പിച്ചും സ്റ്റെം സെല്ല് വെച്ചും സ്റ്റെം സെല്ലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക, ഇങ്ങനെ പല പല കള്ളത്തരം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരുണ്ട് ഇവരുടെ ഹിസ്റ്ററി എടുത്താലേ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര പ്രീ പ്ലാൻഡ് കാര്യങ്ങളാണ് ഇവളുമാർ ചെയ്യുന്നത്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, അതുപോലെയാണ് എൻ്റെ കല്യാണം വരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒരു BJP എന്ന് പറയുന്ന ഒരു തേർഡ് റേറ്റിനെ കൊണ്ട് ഇതാക്കി നമ്മളെ അങ്ങ് വകവരുത്താനും ഒക്കെ ആയിരുന്നു പരിപാടികളൊക്കെ. അവൻ എന്നെ കെട്ടി, അവൻ എന്നോട് പറയുന്നതാണ് ആദ്യത്തെ ദിവസം തന്നെ ലവ് മാരേജ് ആണെന്നാണ്. ഇവനാണ് എൻ്റെ പുറകിന് വന്നത് നമ്പരും ചോദിച്ചുകൊണ്ട്, ഈ ബാസ്റ്റേഡ് ആക്ച്വലി. അപ്പോൾ ഇവനെ നമ്മൾ ഒഴിവാക്കി വിട്ട ഇവൻ പിന്നെ പുറകിന് വരികയാണ്. അപ്പം ഇവൻ നമ്പരും ചോദിച്ചു വന്നിട്ട് ഇവൻ ആദ്യത്തെ ദിവസം നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ചോദിക്കുന്നതാണ്, നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെന്ന്. അപ്പം ഇവൻ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും നമ്മളിങ്ങ് പോകുന്നില്ല, എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് ഇവൻ ചോദിച്ചത്. പിന്നെ ഇവൻ 10ാമത്തെ ദിവസം ഞാൻ ഡ്രസ്സ് തയ്പ്പിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അടിക്കുകയും ഫിസിക്കൽ അബ്യൂസായിരുന്നു. പിന്നെ ഫിസിക്കൽ അബ്യൂസീവ് നേച്ചറാണ് ഇവന്. ഭയങ്കര ഒരു പോലീസുകാരൻ പറഞ്ഞു ഇവൻ ഭയങ്കര സാഡിസ്റ്റ് ഒന്നുമല്ല, ഇവൻ അഹങ്കാരമാണ്. ഇവന് ഭയങ്കര സപ്പോർട്ടുണ്ടെന്നുള്ള അഹങ്കാരം. എൻ്റെ അമ്മ വീട്ടുകാരുടെയും കുറേ ക്രിമിനൽസിനെ സപ്പോർട്ടുണ്ടെന്നുള്ളതാണ്. അല്ലേ നടു ചവിട്ടി ഓടിക്കാൻ ആളുണ്ടായിരുന്നു, ഇവൻ്റെ കൈ ചവിട്ടി ഓടിക്കാൻ ആളുണ്ടെങ്കിൽ ഇവൻ കൈ പൊക്കത്തില്ല, മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് നിന്നേനെ. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പം ഇവൻ ആരൊക്കെയോ വലിയ സപ്പോർട്ടുണ്ട്, എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്ത ഇവനെ ആരൊക്കെയോ അങ്ങ് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നതാണ് മക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മക്കൾ വേണ്ട എന്നുള്ളത് ഇതാണ് മക്കൾ വേണ്ട എന്നുള്ളത് എന്നുവെച്ചാൽ എന്നെ അങ്ങ് വകവരുത്തി വെച്ച് മറ്റവരുടെ കൂടെ പുറത്ത് പ്രീതായസ് പണിക്കറിൻ്റെ കൂടെ പുറത്തേച്ച് കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. മക്കളെയൊക്കെ ഇതാക്കാം, നമ്മളെ റെഡിയാക്കി വെച്ച് ഇതെല്ലാം കൂടെ സ്വത്തും വകകളൊക്കെ എടുത്തങ്ങ് രാജാവിനെ പോഷായിട്ടങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് 17ാമത്തെ വർഷം നമ്മളിവിടെ ബന്ധം കഴിഞ്ഞു 2019 ജനുവരി 23. അപ്പം പ്രീതായസ് പണിക്കർ പറയുന്നതായിരുന്നു, ബന്ധം കഴിഞ്ഞെന്ന് ആരോടും പറയണ്ട. ഒക്കെ വലിയ കള്ളത്തരമാണ് ഇവളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നെ അങ്ങ് വകവരുത്തി വെച്ച് ഇവക്കും ഇവനും കൂടെ ഇങ്ങനെ പിണങ്ങി നിൽക്കുമായിരുന്നു. ചേട്ടത്തി അങ്ങനെ ചത്തോണ്ട് അനിയനും ചത്തോണ്ട് ഇനി അനിയത്തിയും ചേട്ടനും കൂടെ അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല ഇതുവരെ. അപ്പം ഈ SNDP യിലുള്ളവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇന്നാളി കൊണ്ട് കാണിച്ചു നല്ലപോലെ എല്ലാവർക്കും ഒരു ഡൗട്ട് പറഞ്ഞു ബന്ധം ഒഴിഞ്ഞോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു ഡിഗ്രി, മനസ്സിലായില്ലേ? മ്യൂച്വൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഉള്ള ഫയലിംഗ് മ്യൂച്വൽ ഡിവോഴ്സിനായിരുന്നു. ഡിവോഴ്സ് അലൗ ചെയ്തുകൊണ്ടുള്ള ജഡ്ജ് ഷേർലി ദത്ത് അവരുടെ എല്ലാം കൊണ്ടുവന്ന് നല്ല ഓർഡറൊക്കെ കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ആരും പറയരുതല്ലോ ഇവൻ ഇവിടെ ഒന്നും വരേണ്ടതോ ഇവനിവിടെ ഒന്നും കയറേണ്ടതോ ഒരു കാര്യമില്ല. എന്നെ കാല് മുട്ടി ഞാൻ തല്ലി ഓടിക്കും ഇവൻ ഇവിടെ കാണാൻ വന്നാൽ. അപ്പോൾ ഇതാണ്, മനസ്സിലായില്ലേ? പിന്നെ പ്രീതായസ് പണിക്കറിൻ്റെ കൂടെ പൊറുക്കണമെങ്കിൽ അവൾ പാലക്കാട്ടുകാരി, അവൾ ഒടോട്ടി എന്നാൽ മതി, അവിടെ പോയി അങ്ങ് പുറത്താൽ മതി. ഇങ്ങോട്ടങ്ങ് നീ വരേണ്ട കാര്യമില്ല. ഇതെൻ്റെ അച്ഛൻ്റെ എനിക്ക് കിട്ടിയ സ്വത്താണ്. ഇവിടെ ഓലകെട്ടിയിലുള്ളത് 1 ഏക്കർ 46 സെൻറ്റ് സ്ഥലവും ഈ വീടും. ഇവിടോട്ടങ്ങ് ഒരവളും കയറി വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നടക്കുക. കോമ്പൻസേഷൻ വാങ്ങിച്ച് പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ വലിയ PhD എന്ന് പറയും. കുന്തമാണ്. ഇവളെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. വല്ല കേരള ഫാർമസി കൗൺസിലിലോ ഒക്കെ പോയി നല്ലപോലെ അന്വേഷിച്ച് ഇവൾ എന്താണെന്ന് പറഞ്ഞു തരും. ഇതൊക്കെ എന്ത് ക്വാളിഫിക്കേഷനാണുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ എൻ്റെ തലയിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ലേസർ അങ്ങ് അടി തുടങ്ങി ഭയങ്കരമായിട്ട്. പിന്നെ മുടി കൊഴിക്കണം, പിന്നെ പല മുടി കൊഴിക്കണം. പിന്നെ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്തോ ചൂടാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ജസ്റ്റ് 33 ആയതേ ഉള്ളൂ. 32 ഇവിടെ നമ്മൾ അതിലും വലിയ ചൂട് ഭയങ്കര. എന്നിട്ട് ഉച്ചയാകുമ്പോൾ നമ്മുടെ മണ്ടയ്ക്കോട്ട് ഭയങ്കര ചൂടായിട്ടുള്ള ഇതടിക്കുക, മനസ്സിലായില്ലേ? പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരുടെ പരിപാടി പുക ഇതാക്കിയിട്ട് നമ്മുടെ മൂക്കിനകത്തോട്ട് പുകയടിക്കുക. അങ്ങനെ പല പല വേലകളാണ് ഇവളുമാർക്കുള്ളത്. എങ്ങനെയെങ്കിലും നമ്മളെ റെഡിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ അങ്ങ് നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ ഇവളുമാരുടെ. കള്ളക്കൂട്ടങ്ങളുടെ ഭയങ്കര കള്ളത്തരം. അപ്പം ചില ആൾക്കാർ പറഞ്ഞു കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതോടെയാണ് എല്ലാവർക്കും അസുഖമാണെന്ന്. കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തവർക്ക് അസുഖമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അതിൽ കൂടെ നമുക്ക് മൈക്രോ ചിപ്പ് എന്തോ തന്നിട്ടുണ്ട്. ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മൈക്രോ ചിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് ഈ ലേസർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ മൈക്രോ ചിപ്പ് നമ്മുടെ ദേഹത്തുള്ളപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഇത് അടിക്കാൻ പറ്റും.
അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെയോ അതാണ് ഇവന്മാർ ചെയ്യുന്നത്. ചിപ്പ് ഉപയോഗിച്ചുള്ള പരിപാടികളാണ് ഈ ലേസർ ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് എങ്ങനെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇതെന്തോ കണക്ഷനുണ്ട്, മനസ്സിലായില്ലേ? അപ്പം നമുക്കെന്തോ ഈ എന്തിൽ കൂടെയോ നമുക്ക് ഈ മൈക്രോ ചിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ചിപ്പ് കാണണം നമ്മുടെ ദേഹത്ത്, എന്നാലേ നമ്മളെ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ പവന്മാർക്ക്. അപ്പോൾ ഇതാണ് പരിപാടി, മനസ്സിലായില്ലേ? എവിടെ പോയാലും നമുക്ക് ഈ ലേസർ അടിക്കുക, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിവിടെയാണ് എൻ്റെ ക്യാമറ ഓഫ് ചെയ്യുക, പല കഥകളുണ്ടാക്കുക. ഇങ്ങനെ കണ്ടവരൊക്കെ എൻ്റെ അങ്ങ് ഇവിടെ ഒരു രക്ഷകർത്താവിനെ ഞങ്ങൾ വെച്ച്, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ എനിക്ക് രക്ഷകർത്താവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ കണ്ട് ഏതാണ്ട് ലോറിയോ ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ, ഞാനും എൻ്റെ അമ്മയും ഇവിടെയാണ്. ഇതൊന്നും ലോറിയും ഒന്നും വരത്തില്ല, ഒരു വെഹിക്കിളും വരത്തില്ല, ഒന്നും വരത്തില്ല നമ്മുടെ വീട്ടിൽ, കേട്ടോ. നമ്മുടെ തലയിലോട്ട് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസർ ഭയങ്കരമായിട്ട്. നമ്മുടെ മുടി കൊഴിക്കണം ഇവന്മാർക്ക്.